ഓം നരരൂപം ധരിച്ചോരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തം സ്വം സാഷ്ടാംഗം പ്രണമിച്ചിടാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, പഠിതാക്കളായിട്ടുള്ള എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭം കുറിക്കുന്ന 100 ദിന പൂജാ സമർപ്പണം ശിവകുടുംബം വിനായകാഷ്ടകത്തിൽ സമാരംഭിച്ച് സുബ്രഹ്മണ്യ കീർത്തനം, ബാഹുലേയാഷ്ടകം, ഗുഹാഷ്ടകം, ജനനി നവരത്നമഞ്ജരി, ദേവീസ്തവം, ശ്രീ ഭദ്രകാളിഷ്ടകം, ശിവപ്രസാദ പഞ്ചകം, സദാശിവ ദർശനം, ചിദംബരാഷ്ടകം എന്നീ കൃതികളിലൂടെ കോലവീരശസ്തവത്തിൽ സമാപിക്കുന്നു. ലോകരുടെ ജ്ഞാനദൃഷ്ടിയെ വലയം ചെയ്തിരിക്കുന്ന ഇരുട്ടിനെ പുറന്തള്ളുന്ന ഉപബോധത്തിൻ്റെ വെളിച്ചമാണ് ഗുരുദേവ കൃതികൾ. മലയാളം, സംസ്കൃതം, തമിഴ് എന്നീ 3 ഭാഷകളിലൂടെയാണ് തൻ്റെ സത്യദർശനം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച 15 ഭാഷാപദ്യങ്ങൾ അടങ്ങുന്ന സുബ്രഹ്മണ്യ കീർത്തനം. ഈ സ്തോത്രകൃതി സുബ്രഹ്മണ്യ രൂപഭാവനയോടൊപ്പം നിഗൂഢങ്ങളായ ജ്ഞാനരഹസ്യങ്ങളും യോഗരഹസ്യങ്ങളും ഒപ്പം സത്യാനുഭവത്തിൻ്റെ മധുരമയും ഇടതിങ്ങി നിൽക്കുന്നു. ഗുരുദേവൻ ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉരുക്കഴിച്ച് ആദ്യകാലത്ത് സുബ്രഹ്മണ്യനെ ഉപാസിച്ചിരുന്നതായിട്ടാണ് പ്രസിദ്ധി. അക്കാലത്ത് സുബ്രഹ്മണ്യൻ്റെ പ്രത്യക്ഷ രൂപം ഗുരുദേവന് അനുഭവപ്പെട്ടിരുന്നുവെന്ന് പ്രസ്തുത സ്തോത്രം വിളിച്ച് അറിയിക്കുന്നു. ഒരു സാധകന് ഭാവനയിൽ ആ അനുഭവം ഉണ്ടാകുവാൻ കരുത്തുള്ളവ ആണ് ഈ സ്തോത്രങ്ങൾ. ഗുരു ആരാണ്? ഗുരു എന്താണ്? ഗുരുവിൻ്റെ മഹത്വം എന്താണ്? ഗുരുവിലൂടെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ഗുരു നമ്മുടെ പരമമായ ദൈവമാണ്. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്വാമി തൃപ്പാദങ്ങളെ മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങൾ നമുക്ക് നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുന്നു. അതിന് 3 മാർഗങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. ഗുരുവിൻ്റെ തൃക്കൈകളാൽ വിരചിതമായിട്ടുള്ള കൃതികൾ ശ്രീനാരായണ ഗുരു പറഞ്ഞുകൊടുത്ത് ആത്മാനന്ദ സ്വാമികൾ എഴുതിയെടുത്ത് സൂക്ഷിച്ചിട്ടുള്ള ഗ്രന്ഥമായ ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ സ്മൃതി. ഗുരുവിൻ്റെ സമകാലീനരും ഗുരുവിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചവരുമായിട്ടുള്ള പുണ്യാത്മാക്കൾ ഏറ്റവും ആധികാരികവും ആശ്രയിക്കാവുന്നതും സ്വാനുഭവത്തിൽ നിന്നും ഉതിർന്നു വന്നിട്ടുള്ള ഗുരുദേവ കൃതികളാണ്. ഗുരു ആരെന്ന് അറിയണമെങ്കിൽ ഗുരുദേവ കൃതി പഠിക്കണം, പഠിച്ചേ മതിയാകൂ. താൻ ആരാണെന്നും തൻ്റെ ജീവിതകൃത്യം എന്തെന്നും ഈശ്വര സ്വരൂപം എങ്ങനെയെന്നും മറ്റുള്ള കാര്യങ്ങൾ വിശദമായി കൃതികളിൽ പ്രതിപാദിക്കുന്നു. ഏകദേശം 62-ൽ പരം കൃതികൾ കണ്ടു കിട്ടിയിട്ടുള്ളതായിട്ടാണ് അറിവ്. സ്തോത്രകൃതികൾ, ദാർശനിക കൃതികൾ, പ്രബോധനാത്മകൃതികൾ, തർജ്ജമകൾ, ഗദ്യകൃതി എന്നിങ്ങനെ തരംതിരിക്കാം.
ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ളതാണല്ലോ സ്തോത്രകൃതികൾ. ഒരു തൻ്റെ ഈശ്വരാനുഭൂതിയുടെ ആഴം വാക്കുകളിലൂടെ വിവരിക്കുന്നത് ദാർശനിക കൃതികളിലാണ്. ആത്മാവിൻ്റെയും ബ്രഹ്മവിദ്യയുടെയും ഒക്കെ വിശദമായ പ്രതിപാദനം ഇവിടെ നടക്കുന്നു. ഇവിടെ 8 സുബ്രഹ്മണ്യ കീർത്തനങ്ങളാണ് സ്തോത്ര വിഭാഗങ്ങളിൽ ഗുരു രചിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ. പ്രാർത്ഥന എന്നത് നമ്മുടെ ദൈനംദിന നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. സുബ്രഹ്മണ്യ കീർത്തനം ആണ് എനിക്ക് ഇന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. അതിൽ 4-ാമത്തെ ശ്ലോകമാണ് എനിക്ക് മനനം ചെയ്യുവാനുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആദ്യം ശ്ലോകം ഒന്ന് ചൊല്ലാം. എൻചാൺറോട്ടൂടെയുള്ള ശകടമതു വലിച്ചോണ്ട് മേലിട്ടു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ പൂട്ടിയോടിച്ചിറങ്ങി 5-6 കടന്ന അരമനയകമേറി സുഖിച്ചങ്ങിരുന്നെൻ. അരമനയകമേറി സുഖിച്ചിരുന്നേൻ. നെഞ്ചാരിപ്പാൽ കുടിപ്പാനൊരു വരമരുളിയിടേണമേ തമ്പുരാനേ. എട്ടുചാൺ അളവുള്ള ശരീര അന്തർഭാഗത്തിലൂടെ ഓടുന്ന ജീവനാകുന്ന വണ്ടിയെ ഓടിച്ചുകൊണ്ട് മേലും കീഴുമായി നയിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണാപാനന്മാരാകുന്ന 2 കുതിരകളെയും കെട്ടിച്ചെന്ന് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ 5ഉം ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെ ഇന്ദ്രിയങ്ങൾ 6ഉം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന 6 ആധാരവും ബ്രഹ്മരന്ധ്രവും സഹസ്രാരവും ഉൾപ്പെടെ 8 സ്ഥാനങ്ങളും കടന്ന് സച്ചിദാനന്ദസ്വരൂപമായ ബ്രഹ്മത്തിലെത്തി അവിടെ ആനന്ദസ്വരൂപമായിരുന്ന് പൂർണ്ണമായും എൻ്റെ മനസ്സു ഉപശമിച്ച് മോക്ഷരസം അനുഭവിക്കാൻ അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാനേ വരം തന്ന് അനുഗ്രഹിക്കണമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥപൂർണം ഞാൻ ഇവിടെ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ